ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റായ L3 അസ്രായേൽ എന്ന സിനിമ വരുമെന്ന് ഇപ്പോൾ പൃഥ്വിരാജ് കൺഫേം ചെയ്തിട്ടുണ്ട്. L2 എമ്പുരാൻ എന്ന സിനിമ ഇന്ത്യയിൽ വൻ വിവാദമായിരുന്നു നമുക്കറിയാം. ആ പ്രമുഖ പാർട്ടിക്കാരൻ്റെ സിനിമ വമ്പൻ രീതിയിൽ കളക്ഷൻ നേടുകയും വൻ വിജയമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോഴും ഈ സിനിമയിൽ ഓരോ രംഗങ്ങളെടുത്ത് ആ പാർട്ടിയിലെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നടക്കും. സിനിമ നല്ലതാണെങ്കിൽ തിയേറ്ററിൽ പടം വിജയിക്കും. അതിനുദാഹരണമാണ് എമ്പുരാനും തുടരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലൂസിഫർ ഫ്രാഞ്ചൈസി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അതായത് ലൂസിഫർ സിനിമ കേരള പൊളിറ്റിക്സാണ് പറയുന്നതെങ്കിൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സാണ് ചർച്ച ചെയ്യുന്നത്. ഇനി L3 അസ്രായേൽ എന്ന സിനിമ വരുമ്പോൾ വേൾഡ് പൊളിറ്റിക്സ് ആയിരിക്കും അതിൽ വിഷയമാവുന്നത്. ലൂസിഫർ നെക്സസ് പോലെ ഷെൻട്രയാഡും ചൈനയുമായിട്ടുള്ള കണക്ഷനൊക്കെ എമ്പുരാൻ സിനിമയിലെ എൻഡ് ക്രെഡിറ്റ് സോങ്ങിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. എന്തായാലും പൃഥ്വിരാജ് പുതിയൊരു ഇൻ്റർവ്യൂവിൽ എമ്പുരാൻ സിനിമയെ പറ്റിയും അസ്രായേൽ സിനിമയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പൃഥ്വിരാജ് ഒരു സിനിമ കൂടി സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും L3 അസ്രായേൽ സിനിമയുടെ ചിത്രീകരണത്തിലേക്കൊക്കെ കടക്കുക. റിക്യൂൻ മാത്രമല്ല, അസ്രായേൽ സിനിമയിൽ വേറെയും ആൻറ്റഗോണിസ്റ്റുകളുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അസ്രായേൽ സോങ്ങിൽ കാണിച്ച ഈ ഒരു വ്യക്തിയും ഒരു ആൻറ്റഗോണിസ്റ്റ് ആവാനാണ് ചാൻസ്. പ്രണവ് മോഹൻലാൽ L3 സിനിമയിൽ എങ്ങനെയായിരിക്കുമെന്ന് പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെയാണ്. ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു ചെറിയ ഭാഗം L3 അസ്രായേലിലുണ്ടാവും. അത് ചെയ്യാൻ വേണ്ടി എനിക്ക് AI അല്ലെങ്കിൽ ഫേസ് റീപ്ലേസ്മെൻറ്റ് വഴികൾ തേടേണ്ട ആവശ്യമില്ല. കാരണം മോഹൻലാൽ സാർ 20 വയസ്സിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പ്രണവ് ആ ഒരു അപ്പിയറൻസിലുള്ളത്.